ഒരുപാട് സന്തോഷമുണ്ട് സാറിന്, മുഖ്യമന്ത്രി സാറിന് ബിഗ് സല്യൂട്ട് ചെയ്യാണ് ഞങ്ങൾ. കാരണം അത്രയും ഞങ്ങളെ ഒരു കുടുംബത്തെ പോലെ ഞങ്ങളെ നോക്കുന്നുണ്ട് സാറും സാറിന്റെ പാർട്ടിയും. വളരെ സന്തോഷമുണ്ട്. കാരണം എന്താ അറിയോ, എൻ്റെ ജീവിതത്തിലൊക്കെ ഒരുപാട് നഷ്ടങ്ങൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. 32 കൊല്ലം ഗൾഫിലായിരുന്നു ഞാൻ, 34 കൊല്ലം. ഈ പൊട്ടീൻ്റെ ശേഷം 30-ാം തീയതി പൊട്ടി, 31-ാം തീയതി ഞാൻ അവിടെ നിന്ന് കയറി. കുടുംബങ്ങളൊക്കെ പോയി. കുടുംബങ്ങളെന്ന് പറഞ്ഞാൽ ഭാര്യയും മോനോ ഇന്ന് രക്ഷപ്പെട്ട്, ബാക്കിയുള്ളവരൊക്കെ പോയി. ജ്യേഷ്ഠന്, അനിയൻ്റെ ഭാര്യ, മക്കള് ഒക്കെ പോയി. 26ഓളം പേര് പോയി. പിന്നെ അതൊരു സങ്കടമുള്ളൂ. ബാക്കിയൊക്കെ നല്ല പോലെ തന്നെ ഈ ഇത് കണ്ടാൽ തന്നെ അറിയാമല്ലോ. ആ ഒരു സന്തോഷം ഞങ്ങൾ പങ്കുവെക്കുകയാണ്. ഇവിടെ വന്ന് വീടൊന്ന് എങ്ങനെയാണ് എന്തായി പണിയൊക്കെ തീരാൻ നോക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിയതാണ്. അപ്പോഴാണ് നിങ്ങൾ ഇവിടെ ഉള്ളത്. ഒരുപാട് സന്തോഷമുണ്ട്. സാറിന് ദീർഘായുസ് കൊടുക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം അത്രയും നല്ല പോലെ ഞങ്ങളെ നോക്കുന്നുണ്ട്. പറഞ്ഞാൽ ജനപത്താണെങ്കിൽ 300 രൂപ വെച്ച് തരുന്നുണ്ട്. അതേപോലെ വാടക, പിന്നെ അതേപോലെ കൂപ്പൻ. അതല്ല രസം. അത് 1-ാം തീയതി ആകുമ്പോഴത്തേനും ബാങ്കിലേക്ക് കയറുന്നുണ്ട് പണം. 1-ാം തീയതി ആകുമ്പോഴത്തേനും ഞങ്ങൾക്ക്. പിന്നെ അതേപോലെ തന്നെ കുടുംബശ്രീ വഴിയായിട്ട് ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് ജോലി എടുത്തോളിയും, ജോലി നഷ്ടപ്പെട്ടതല്ല, ജോലി എടുത്തോളിയും എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. തിരിച്ചടവുള്ളതുമായ പൈസ, അതായത് തിരിച്ചടവുള്ള ഇല്ലാത്തതുമായ പൈസ, അങ്ങനെ 2-3 ഫണ്ട് എനിക്ക് തന്നിട്ടുണ്ട്. അത് പലിശ ഇല്ലാതെയാണ്. അതുകൊണ്ടാണ് ഞാനൊരു ഇറ്റാച്ച് എടുത്ത്. ഇറ്റാച്ചിന് വിളിക്കണം നിങ്ങളെ, ജോലി ഉണ്ടെങ്കിൽ വിളിക്കുക. മുണ്ടക്കായി പ്രവാസി എന്ന് പറഞ്ഞ ഒരു ഇറ്റാച്ച് ഉണ്ട് എനിക്ക്. സർക്കാരിൻ്റെ ഒരു സംഘടനകളെയും സർക്കാരിൻ്റെയും ഒക്കെ സഹായത്തോടെ, പിന്നെ കുറച്ച് എനിക്ക് എൻ്റെ വീടിനൊരു ഇൻഷൂർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതൊക്കെ കിട്ടി അങ്ങനെ എടുത്ത് ഒരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്. ആ ഇറ്റാച്ചിൻ്റെ പേര് മുണ്ടക്കായി പ്രവാസി എന്നാണ്. വിളിക്കുക, പണിയുണ്ടെങ്കിൽ ഇറ്റാച്ച് സംബന്ധമായിട്ടുള്ള എന്ത് വർക്കാണെങ്കിലും വിളിക്കണം. എൻ്റെ ഫോൺ നമ്പർ 90 72 077 61. അതിലുപരിയായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് വളരെ വളരെ സന്തോഷമാണ്. ഈ മുഖ്യമന്ത്രി സാറ് ഞങ്ങളെ ഒരു കുടുംബത്തെ പോലെയാണ് ഞങ്ങളെ നോക്കുന്നത്. ധനവത്തായാലും ഒക്കെ 1-ാം തീയതി ആകുമ്പോഴത്തേനും കാശ് കിട്ടുകയാണ്. ഒരുപാട് സന്തോഷം സാറിന്. ഒരുപാട് നന്മകൾ നേരുകയാണ്. പ്രാർത്ഥനയും ഞങ്ങളെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും. വാക്കുകളില്ല. കാരണം അങ്ങനെയാണ്. ഇതിപ്പോൾ ഈ സമയത്ത് പിന്നെ പ്രതിപക്ഷം ഭരിക്കുകയാണെങ്കിൽ ഞങ്ങളെ അധോഗതിയായിരിക്കും. അതുകൂടി ഞാൻ പറയാം. മനസ്സ് തട്ടി പറയാണ് ഞാൻ. കണ്ണീരും തൊണ്ടയിടറുന്ന അനുഭവങ്ങളും ഒക്കെയുള്ള മനുഷ്യരീ കവചങ്ങളുടെ പിന്നിൽ നിലയുറപ്പിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അടക്കി വെച്ചുകൊണ്ടാണ് പലതും സൂക്ഷിക്കുന്നത്. അത് വിട്ടുപോകാതിരിക്കാൻ നല്ലതുപോലെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് എവിടെയെങ്കിലും പറയണം, എവിടെയെങ്കിലും പറഞ്ഞേ പോകാൻ പറ്റുള്ളൂ. ഇത് സൂക്ഷിച്ച് ജീവിതം മുഴുവൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എവിടെയെങ്കിലും നമുക്കിത് സംസ്കരിക്കണം. കോടികൾ മാത്രമല്ല, നമ്മുടെ മനസ്സിലുള്ള വികാരങ്ങളും ഇതിനിടയിലുണ്ടായിട്ടുള്ള അനുഭവങ്ങളും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിധം ഈ ചെറിയ പ്രായത്തിൽ നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വന്ന പ്രയാസങ്ങളും നമുക്ക് എവിടെയെങ്കിലും ഇതെല്ലാം സംസ്കരിക്കാൻ കഴിയും. പക്ഷെ ഇപ്പം മലയാളത്തിന് വേണ്ടി നമ്മൾ ഒറ്റ മനസ്സായി ഇതെല്ലാം 3.5 കോടി മലയാളിയുടെ വികാരമുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും പറഞ്ഞ്. നമ്മളൊറ്റയ്ക്കല്ല, നമ്മൾ ഒരു മനുഷ്യനാണ്. റവന്യൂ വകുപ്പ് മന്ത്രി ഒരു മനുഷ്യനാണ്, മുഖ്യമന്ത്രി ഒരു മനുഷ്യനാണ്, അരുണൊരു മനുഷ്യനാണ്. ഇതൊക്കെയാണെങ്കിലും 3.5 കോടി മലയാളികളുടെ ജീവിതത്തിന്റെ പ്രാർത്ഥനകൾ, സ്പന്ദനങ്ങൾ, അവരുടെ വികാരങ്ങൾ, അവരുയർത്തിപ്പിടിക്കുന്ന ഞാനിപ്പോൾ ഓരോ ദിവസവും നമ്മുടെ മൊബൈലിലേക്ക് വരുന്ന മെസ്സേജുകൾ കണ്ടാൽ പ്രയാസപ്പെടും. മുലയൂട്ടേണ്ടവരുണ്ടെങ്കിൽ അതിനുപോലും ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞു വികാരം പ്രകടിപ്പിക്കുന്ന അമ്മമാരുൾപ്പെടെയുള്ളതാണ് മലയാളം എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. അതാണ് മലയാളിയുടെ കരുത്ത് ബന്ധം. അവിടെ നമുക്ക് ഓരോ ചെറിയ കാര്യത്തിനും തർക്കിക്കാനില്ല, നമുക്ക് ഒരു കാര്യത്തിനും തർക്കിക്കാനില്ല.